ബീച്ച് എന്ന് കേട്ടാലേ എന്റെ ഇരട്ടകൾ ഇപ്പൊ ഉറക്കത്തിന് എണീറ്റിരിക്കും. ഛേ, ഒരു ടീച്ചറെടുത്ത് വന്നിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നാണക്കേടല്ലേ, മോശമല്ലേ? ആരാ പറയണ, ഞാനോ? 2 തവണ മുരുടേശ്വരത്ത് വന്നിട്ടും ഇതുവരെയും ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. ദേ, ഇത് ആദ്യമായിട്ടാണ് ഇപ്പൊ ഞാൻ ബീച്ചിൽ കാലുകുത്തുക കേട്ടോ, മുരുടേശ്വരത്ത് വന്നിട്ട്. മുരുടേശ്വരത്ത് എത്തിയത് വൈകിട്ടാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് വന്നു കേട്ടോ. പക്ഷെ ബീച്ചിൽ മാത്രം ഇറങ്ങിയില്ല. അതിന്റെ പകരം വീട്ടാൻ വേണ്ടിട്ട് രാവിലെ നേരത്തെ ഞങ്ങൾ എണീച്ചിട്ട് പകുതി ഉറക്കത്തിലായിരുന്ന പ്രിക്കാൻഡികളും പിടിച്ച് എണീപ്പിച്ചിട്ടുള്ള ഞങ്ങൾ നേരെ ഓടി ബീച്ചിലേക്ക്. നല്ല ഫ്രഷ് ആയ അറ്റ്മോസ്ഫിയർ. കടലിലൊക്കെ കുറച്ചു നേരം കളിച്ച് തിമിർത്തിട്ട് നേരെ ഞങ്ങൾ പോയി റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എല്ലാരും കൂടി നേരെ റൂമിലോട്ട് വന്ന് കയറി. അവര് റൂമെല്ലാം നേരത്തെ തന്നെ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂം മാത്രം ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന്റെ ക്ഷീണം മാറ്റാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ജേർണി ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു. ഇവിടുന്ന് നേരെ ഗോവയിലോട്ട് പോകാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. പിന്നെ ഒരു ടെമ്പിൾ വിസിറ്റും കൂടി ഉണ്ട് ഇന്ന്. ഇത് ലക്ഷ്മിനാരായണ ടെമ്പിൾ ആണ് കേട്ടോ, കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജേഷ് ഭായ് ആൻഡ് ദീപാലി അവരുടെ കുൽദേവിയുടെ ടെമ്പിൾ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതിനകത്ത് പാന്റ് ഒന്നും അലൗഡ് അല്ല. അപ്പൊ നമുക്ക് ലുങ്കിയൊക്കെ അവിടെ നിന്ന് തന്നെ ഉടുക്കാൻ തരുന്നുണ്ട് കേട്ടോ, അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ പോയി തൊഴുതിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി. ഈ അമ്പലത്തിന് ചുറ്റുമായിട്ടുള്ള വീടുകളിലൊക്കെ ആൾതാമസം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, അഗ്രഹാരം പോലെയൊക്കെ തോന്നി പെട്ടെന്ന് കണ്ടപ്പോ കേട്ടോ. അങ്ങനെ ഞങ്ങള് അടുത്ത ഗാങ് ഓഫ് പോലീസിന്റെ കയ്യിലെത്തിയിരിക്കുകയാണ്. ബോർഡർ തുറന്നു കേട്ടോ. പിന്നെയും പോലീസ് പിടിച്ചേ. 1-2 കാര്യങ്ങളാണ് പോലീസ് പറഞ്ഞത്. 1, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. 2, വണ്ടിയിൽ വ്യക്തി മോഡിഫിക്കേഷൻ. സീറ്റ് ബെൽറ്റിനകത്ത് നമ്മളല്ല ഡ്രൈവർ എന്നാ. അയാളുടെ ചെസ്റ്റിനകത്ത് എന്തോ ഒരു പാടുണ്ട്, മുറിവോ എന്തോ ആണ് തോന്നുന്നു. അപ്പൊ അത് കവർ ചെയ്തിട്ട് ഇടാൻ പറ്റുന്നില്ല സീറ്റ് ബെൽറ്റ് എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞു കേട്ടത്. എന്തായാലും ഗോവ പോലീസിന്റെ പിടിയും വലിയ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഫുഡ് കഴിക്കാനായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് മീൽസ് ആണേ. ഫിഷ് താലിയും പറഞ്ഞു, ചിക്കൻ താലിയും പറഞ്ഞു. ചിക്കൻ താലിയും ഫിഷ് താലിയും വരാൻ 3/4 മണിക്കൂറെല്ലാം എടുത്തു. ഞാനേ ഷോർട്സിൽ പറഞ്ഞ പോലെ മീന് പിടിച്ചിട്ടൊന്ന് ഊതി കഴിഞ്ഞു കഴിഞ്ഞാൽ പാറിപ്പോവും, അത്രയും തിന്നായിട്ടായിരുന്നു കട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഗോവയിൽ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ലേ വണ്ടി നിർത്തൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഡ്രൈവർ ചേട്ടന്റെ ഓട്ടം. അതിന്റെ ഇടയില് ട്രെയിന് പോവാൻ വേണ്ടിട്ട് ഒന്ന് പിടിച്ചു വിട്ടു കേട്ടോ. പിന്നെ നേരെ ഗോവ ബ്രിഡ്ജിലോട്ട്. ഈ ബ്രിഡ്ജും ഏരിയയൊക്കെ ആരെങ്കിലുമൊക്കെ ഷോർട്സിലോ റീൽസിലോ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കാണാന്നല്ലാതെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ബ്യൂട്ടി വ്ലോഗേഴ്സിന്റെ ചാനൽ കാണുന്നവർക്കറിയാം. അസ്വി മലയാളം ഒരു ചേച്ചി ഇല്ലേ, ആ ചേച്ചിയുടെ ചാനലിനകത്ത് ഈ ബ്രിഡ്ജൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റിട്ടോ. അവര് ഗോവയിലല്ലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മളിങ്ങനെ അത് കാണുമ്പോൾ ഓർക്കുമായിരുന്നു, അയ്യോ ഇവിടേക്ക് ഒന്ന് പോണെന്ന്. ബ്രിഡ്ജിന്റെ താഴെയും വലിയ വലിയ ഷിപ്പും ബോട്ടും എന്തൊക്കെയും നിരതലേ നിൽക്കണ്ടായിരുന്നു. പുറം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലെത്തി. ഹോം സ്റ്റേ പറ്റിയിട്ട് പറയാനൊന്നുമില്ല, ഭയങ്കര കത്തിയായിരുന്നു. എന്റെ അപ്പനെ തൊട്ടാ പൈസ ആയിരുന്നു അവിടെ കേട്ടോ. അവരുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ, നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിട്ട് അത് കൊട്ടിക്കളയാൻ വേണ്ടിട്ട് അവിടെ പോയതാന്നാ. നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളത്. എത്ര കാലത്തെ ആഗ്രഹമാണ് അവിടെ പോണം എന്നുള്ളത്. പിന്നെ ഇച്ചിരി പൈസയൊക്കെ അവര് കുറച്ച് തന്നു കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ആളെ ബുക്ക് ചെയ്ത റൂം വളരെ ചെറുതായിരുന്നു. പിന്നെ നമുക്ക് ഒരു വേറെ റൂം പിറ്റേ ദിവസം തന്നു. അവര് നമുക്ക് തന്നതല്ല, നമ്മൾ വേറെ സ്ഥലത്ത് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിട്ടോ. പക്ഷെ അവിടെയൊക്കെ ബുക്ക്ഡ് ആയിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ തന്നെ നമ്മൾ റൂം ചോദിച്ചപ്പോ അവര് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞു. ആ റൂമില് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ റൂമിലത്തെ പുതപ്പും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ അവർക്കൊന്ന് തിരിച്ചു കൊടുത്തു. കാരണം ലോണ്ടറി പൈസ അവർക്ക് കട്ടായി കിട്ടുമല്ലോ പറഞ്ഞിട്ട്. ഞങ്ങൾ സീസണിന്റെ തുടക്കത്തിലാണേ പോയത്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടന്നത് കേട്ടോ. ഗോവയിൽ എത്തിയ ദിവസം നമ്മള് ഡിന്നറിനായിട്ട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോ കണ്ടതാട്ടോ ഈ ഫയർ ഷോ. നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ വേണല്ലേ ഈ ഫയർ ഷോ കാണാൻ. പക്ഷേ മ്യൂസിക് വിത്ത് മ്യൂസിക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മ്യൂസിക് കട്ടാവും, കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാട്ടോ. ഈ ഷോയുടെ ഇടയിൽ അടുത്ത് വേറൊരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്, സാൻഡ് ഷോ. ഇരുന്ന് മണലിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ആദ്യം കയറിയിരുന്ന റെസ്റ്റോറന്റ് ഭയങ്കര കത്തിയായിരുന്നു. അവിടെ ഫയർ ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാംബയും സുധിയും കൂടി പോയിട്ടുണ്ടല്ലോ, അടിപൊളി റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. അവിടെ ഒരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ, ലൈവ് മ്യൂസിക്. നമ്മൾ ആദ്യം കയറിയ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തിന്റെ വിലയെക്കാട്ടിലും ഇവിടെ കുറച്ച് കയറ്റിറക്കം ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെ വന്നിരുന്നത് ഡാൻസും പാട്ടും അതുപോലെ ടോയ്സിലുള്ള കളിയൊക്കെ പാടെ ഏറ്റവും നല്ല വൈബായിരുന്നു. അവിടെ പാടാൻ വന്ന ചേട്ടന്റെ സോങ് സെലക്ഷൻ വളരെ സൂപ്പർ ആയിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ അവിടെ ആനിവേഴ്സറിക്ക് ആയിട്ട് 2-3 കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഡാൻസും എന്താ പറയാ റൊമാൻസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. നെയ്റ്റ് ശരിക്കും കളറാക്കിട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ.
സൺറൈസ് ഒക്കെ കാണാന്ന് പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം രാവിലെ എണീറ്റത്. പക്ഷെ എത്തിയത് ഇത്തിരി നേരം വൈകിപ്പോയി. എന്തായാലും സണ്ണ് നമ്മുടെ ബാക്കിൽ കൂടെ വന്നത് കേട്ടോ. കടല് വഴിയല്ലേ വന്നത്. ഗോവ ട്രിപ്പ് കുറച്ച് ഫ്ലോപ്പ് ആയെങ്കിലും നല്ല നല്ല കുറച്ച് മൊമെന്റ്സ് കിട്ടി. ഇത് നമ്മുടെ സൺ നമ്മുടെ പുറകു കൂടെ വരുന്നു കേട്ടോ ഒളിഞ്ഞിട്ട്. വലിയ കുട്ടിയും ചെറിയ കുട്ടിയൊക്കെ ബീച്ച് വഴിയൊക്കെ കിട്ടിയ സന്തോഷത്തില് കുറെ നേരം മണലിലൊക്കെ കളിച്ചിട്ട് നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി. നമ്മൾ കുറച്ച് വെറൈറ്റി പോസസിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ രണ്ടു കാലം കൊണ്ടേ നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് ഞാൻ ഒരു കാലം കൊണ്ട് നിൽക്കാൻ നോക്കുന്നത്. എന്തായാലും നല്ല രസമായിരുന്നു. കടലിൽ കളിച്ചിട്ട് നേരെ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് താഴെ പോയി എന്തെങ്കിലും തൽക്കാല ശമനത്തിന് കിട്ടുമെന്നുള്ളത് നോക്കാൻ. ഒരു പ്ലെയിൻ എഗ് ഓംലേറ്റിന് 100 രൂപയും ഒരു സ്ലൈസ് ബ്രെഡിന് വെറും പ്ലെയിൻ ബ്രെഡിന് 100 രൂപ വാങ്ങിച്ചു. ഹാഫ് ബ്രെഡിന് 50 രൂപയും. എന്തായാലും തൽക്കാലം വിശപ്പിന് അവിടുന്ന് ഓരോ കോഫിയും കുടിച്ച് ഓരോ സ്ലൈസ് ബ്രെഡും കഴിച്ച് വേഗം അവിടുന്ന് എസ്കേപ്പ് ആയി. പിന്നെ ഞങ്ങൾ പുറത്തു പോയിട്ട് നല്ലൊരു റെസ്റ്റോറന്റിൽ കയറി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് നേരെ കറങ്ങാൻ ഇറങ്ങിയത്. കറങ്ങാന്റെ വിവരമൊന്നും പറയണ്ട. നമ്മൾ പോയ സ്ഥലത്ത് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷെ അവിടെ റേറ്റും കാര്യങ്ങളും കൂടി ഒത്തു വന്നില്ല. അതുകൊണ്ട് നമ്മൾ ബോട്ടിംഗ് ക്യാൻസൽ ആക്കിയിട്ട് പാരാഗ്ലൈഡിങ് ചൂസ് ചെയ്തു. അവിടെ പോയപ്പോഴും അവിടെ കുട്ടികളെ കയറ്റില്ല എന്ന് പറഞ്ഞു. പാരാഗ്ലൈഡിങ് അലൗഡ് അല്ല പറഞ്ഞു. പിന്നെ പാരാഗ്ലൈഡിങ്ങും നമ്മൾ ക്യാൻസൽ ആക്കിയിട്ട് അങ്ങനെ നമ്മൾ സ്നോ പാർക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് നന്നായി. ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയില്ലേ. ഈ കട്ടയിൽ കൊണ്ടുപോകുന്ന ഐറ്റം മനസ്സിലായോ? അയലേന്ന്. അങ്ങനെ ഞങ്ങളെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അയ്യോ ഇവിടുത്തെ കഥയൊന്നും പറയണ്ട. 5 മിനിറ്റ് പോലും അതിനകത്ത് കയറി നിന്നിട്ടുണ്ടാവില്ല. കാണാതിരിക്കുന്നതല്ലോ. ബാക്കി അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ഒരുപാട് കാണാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും ഒത്തിരി വൈബോട് കൂടിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റിയില്ല. കുട്ടികൾക്ക് തണുത്തിട്ട്, കാരണം നമ്മൾ അകത്ത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വളരെ കുഞ്ഞിയതായിരുന്നു. അവിടെ ഗോവയിൽ നല്ല ചൂടായതുകൊണ്ട് അവർക്ക് അന്നേ ദിവസം ഉണ്ടല്ലോ ഷോർട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് നല്ലോണം അബദ്ധം പറ്റി. മക്കൾ അവിടെ ഒരു 5 മിനിറ്റ് പോലും നിന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ സ്നോ പാർക്കിലോട്ട് പോകുന്നത് നമ്മുടെ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നില്ല. ഡ്രസ്സിന്റെ കാര്യം പോട്ടെ, നമ്മുടെ കയ്യിലുള്ള മാസ്ക് പോലും നമ്മൾ അന്നേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ സ്നോ പാർക്കിലെ വിശേഷങ്ങളും ശ്വാസം മുട്ടിയ കഥയൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ബൈ.